ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ മാസം 29 എത്തി നിൽക്കുകയാണ്. നമ്മൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം തീർന്നു. നമ്മൾ പുതിയ വചനങ്ങളുമായി ഒക്ടോബറിൽ വീണ്ടും നമ്മൾ പുതിയ വചനങ്ങൾ പഠിക്കും. അപ്പോൾ കഴിഞ്ഞ മാസം പഠിച്ച വചനങ്ങളൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. വചനം നമുക്ക് അഭിഷേകവും ശക്തിയും ദൈവസ്നേഹവും ഒക്കെ പകർന്നു നൽകും. നാം വചനം കേൾക്കുമ്പോഴും വചനം പറയുമ്പോഴും നമ്മെ ദൈവസ്നേഹം വലയം ചെയ്യും തീർച്ചയായിട്ടും. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. അപ്പോൾ ഇന്ന് പഠിക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമാണ്. ഇന്നലെ നാം കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനങ്ങളാണ് ഓർത്തെടുത്തത്. ഇന്ന് പുതിയ വചനം പഠിക്കുകയാണ്. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 7. നിയമാവർത്തന പുസ്തകം അധ്യായം 4 വചനം 7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, വചനം ഇതാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? സുന്ദരമായിട്ടൊരു വചനം അല്ലേ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ആരുണ്ട്? വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അപ്പം ദൈവം ഇത്ര അടുത്തുണ്ട് എങ്കിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുക. ഞാൻ പറഞ്ഞാൽ ദൈവം കേൾക്കും. ഇപ്പം നാം ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുന്ന ദൈവം. അതാണ് പറയുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ. For what other great nation has a God so near to it as the Lord our God is whenever we call to him? നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അതാണ് സങ്കീർത്തനം 145:18 പറയുന്നുണ്ട്. എങ്ങനെ വിളിക്കണം? ഹൃദയ പരമാർത്ഥതയോടെ, അല്ലേ? ചങ്ക് നുറുങ്ങി എൻ്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അടുത്ത് വരും. ഹൃദയ പരമാർത്ഥതയോടെ നീ വിളിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? പരമാർത്ഥ ഹൃദയം വേണം. ആ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മുടെ അടുത്ത് വരത്തുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുക, ദൈവമേ എന്നെ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയാൽ നാം മറ്റൊന്നും ഭയപ്പെടേണ്ടതില്ല. ഈ ലോകം തരുന്നതിനെ ഒന്നും, ലോകം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഈ രാവിലെ പുതിയ പ്രഭാത ക്ഷീണമൊക്കെ മാറി ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഈ ദിവസം നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. രാവിലെ ക്ഷീണമൊക്കെ മാറാനായിട്ട് ഈ വചനം കേൾക്കുന്നത് നല്ലതാണ്. പുത്തനൊരു അഭിഷേകം തരും, പുത്തനൊരു എനർജി നമുക്ക് കിട്ടും. നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.